ഹലോ സുന്ദരീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓളുന്ന ബട്ടൺ പ്രസ്സാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കൂടാതെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും പോയിട്ട് ഗ്രൂപ്പിലും കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. ഓൺലൈനായിട്ടൊക്കെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്താൽ മതി. അല്ലാതെ വെറുതെ ഒരു രസത്തിന് ജോയിൻ ചെയ്യാം എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ ദയവായി ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പം ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾ കാണുന്നുണ്ട്. 1499-ൻ്റെയും 1299-ൻ്റെയും ഒക്കെ കളക്ഷൻസാണ് കേട്ടോ നമ്മൾ ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ റേറ്റ് കുറഞ്ഞതും ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഏതാണോ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പർ ഉണ്ടല്ലോ, ആ ഒരു നമ്പറിലാണ് നിങ്ങൾ വാട്സപ്പ് ചെയ്ത് മെസ്സേജ് അയക്കേണ്ടത് കേട്ടല്ലോ. നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ലാന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ കൊറിയർ അയക്കുകയുള്ളൂ. അപ്പം അത് എടുത്തൊന്ന് പറയുകയാണ് കേട്ടോ. കുറേ ആൾക്കാർ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ എന്ന് ചോദിച്ച് മെസ്സേജ് ചെയ്യാറുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തത്. സോ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇപ്പോൾ അവൈലബിൾ അല്ല കേട്ടോ. അതുപോലെ തന്നെ മെറ്റീരിയലിൻ്റെ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ പറയണമെന്ന് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി തൊട്ട് ഡിസ്ക്രിപ്ഷനൊക്കെ മാക്സിമം പറയാൻ ശ്രമിക്കാറുണ്ട്. പുതിയ കസ്റ്റമേഴ്സിന് പുതിയ കാര്യങ്ങൾ അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് ഫസ്റ്റിലെ തന്നെ നമ്മൾ ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു പോകുന്നത്. അപ്പോഴേക്കും കുറേ സമയം ഇങ്ങനെ കഴിഞ്ഞു പോകും. അതുകൊണ്ടാണ് കേട്ടോ മെറ്റീരിയൽസിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൂടുതലും പറയാൻ വിട്ടു പോകുന്നത്. നിങ്ങൾക്ക് കാറ്റലോഗ് നമ്മൾ സ്ക്രീൻഷോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അയച്ചു തരും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാലോ മെസ്സേജ് മാക്സിമം വിളിക്കാതെ മെസ്സേജ് ചെയ്യാൻ നോക്കുക. മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതായിരിക്കും കേട്ടോ. പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് വാട്സപ്പിൽ മെസ്സേജ് അയച്ചത് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യുക. അതല്ല, സാധനം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ മെറ്റീരിയലിൻ്റെ ലെങ്ത് ആ കാര്യങ്ങൾ എന്തെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ എടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും വ്യക്തമായി ചോദിച്ചു മനസ്സിലാക്കിയതിന് ശേഷം ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് കസ്റ്റമറിനോട് പറയുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും ഗ്രൂപ്പിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെറ്റീരിയലിന് ഡിസ്ക്രിപ്ഷൻ ഇടും. ചില മെറ്റീരിയലിൻ്റെ റേറ്റും അതുപോലെ തന്നെ മെറ്റീരിയൽ എന്താണെന്ന് മാത്രമേ ഇടാറുള്ളൂ. അതുകൂടാതെ 2.5 മീറ്റർ ആണോ 2.4 ആണോ എന്നൊന്നും ചിലതിൽ ഡിസ്ക്രിപ്ഷനിൽ വരാറില്ല. അത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ചില മെറ്റീരിയൽ നമ്മൾ മോസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം തന്നെ 2.5 വരുന്നതാണ്. 2.4 വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടൺ മെറ്റീരിയലാണ്. 3 പീസ് കോട്ടൺ മെറ്റീരിയലാണ്. റേറ്റ് കുറഞ്ഞിട്ടുള്ള 650-ൻ്റെയും 549-ൻ്റെയും മെറ്റീരിയൽസ് നമ്മുടെ കയ്യിലുണ്ട്. അത് 2.4-ഉം 2.5-ലും വരുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് 2.4-ലും 2.5-ലും വരുന്നത് ഏതാണെന്ന് കസ്റ്റമർ എൻക്വയറി ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഓർഡർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ട് ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ലെങ്ത് എത്ര കിട്ടും, വിഡ്ത്ത് എത്ര കിട്ടും എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ മാക്സിമം അങ്ങനെ ചോദിച്ചതിന് ശേഷം ഓർഡർ എടുക്കാനായിട്ട് നോക്കുക. അത് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം റിട്ടേൺ പോളിസീസ് നമ്മൾ ഡാമേജസ് കേസിൽ മാത്രമേ കൊടുക്കാറുള്ളൂ. പിന്നെ ഒരു കൊറിയർ നിങ്ങൾക്ക് കിട്ടാനായിട്ട് എത്ര സമയം എടുക്കുമെന്ന് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. കിട്ടാനായിട്ട് ഒരു 10 ദിവസം എടുക്കും എന്തായാലും കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മുടെ കൊറിയർ എല്ലാം ഇൻട്ര സ്റ്റേറ്റിൽ നിന്നാണ് വരുന്നത്. നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ട്രഡീഷണൽ വെയേഴ്സ് അല്ലാത്ത എല്ലാ ഐറ്റംസും ഇൻട്ര സ്റ്റേറ്റിലാണ് വരുന്നത്. കേരള സാരീസും സെറ്റ് സാരീസ്, സെറ്റ് മുണ്ട്, സെറ്റ് ധാവണി അങ്ങനെയുള്ള കളക്ഷൻസൊക്കെ കിഡ്സ് ഐറ്റംസൊക്കെ വരുന്നത് കേരളത്തിൻ്റെ അകത്ത് നിന്നാണ്. നമ്മുടെ കടയിൽ നിന്ന് ഷോപ്പിൽ നിന്നൊക്കെയാണ് വരുന്നത്. അതേസമയം ഈ ചുരിദാർ മെറ്റീരിയൽസ് പിന്നെ സാരീസ് അങ്ങനെയുള്ള കളക്ഷൻസൊക്കെ വരുന്നത് കേരളത്തിന് പുറത്ത് നിന്നാണ് കേട്ടോ. അപ്പം കേരളത്തിൻ്റെ അകത്ത് നിന്ന് വരുന്ന പ്രൊഡക്റ്റ് നേരത്തെ റിസീവ് ആകും. കേരളത്തിന് പുറത്തു നിന്ന് വരുന്ന ഐറ്റംസ് ലേറ്റായിട്ട് റിസീവ് ആകും. അതുകൊണ്ടാണ് കേട്ടോ. എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് കിട്ടേണ്ടതാണെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് കൂട്ടി അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫാസ്റ്റായിട്ട് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് നോർമൽ 10 ഡേയ്സിനുള്ളിൽ കിട്ടിയാൽ മതി എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ 10 ഡേയ്സിനുള്ളിലുള്ള കൊറിയർ ആയിരിക്കും അയക്കുന്നത്. ചിലപ്പം എക്സ്ട്രാ പേയ്മെൻറ്റ് നമ്മൾ വാങ്ങാറുണ്ട് കേട്ടോ. ചില മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് അനുസരിച്ചിട്ടാണ് റേറ്റ്
കൂടുന്നതിനനുസരിച്ചിട്ട് മെറ്റീരിയലിൻ്റെ ഇതും കൂടും. അതുപോലെ തന്നെ വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ മെറ്റീരിയലിൻ്റെ ഇത് ഷിപ്പിംഗ് ചാർജും കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഷിപ്പിംഗ് ചാർജ് 2 എണ്ണം കൂടുമ്പം അത്രയും വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് ലെസ് ആകുകയല്ല ചെയ്യുന്നത്, കൂടുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇൻഫർമേഷൻസും കളക്ഷൻസും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും